ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചായക്കട രീതിയിലുള്ള പൊക്കവട നമുക്കൊന്ന് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ചായക്കടയിലുള്ള അതേ രീതിയിലുള്ള പൊക്കവട സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിലേക്ക് മീഡിയം സൈസുള്ള 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 സവാള നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വേറെ ഷേപ്പിലൊന്നും അരിയരുത്. അപ്പോൾ നമ്മൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഒരു 4 പച്ചമുളക് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല മല്ലിയില, ഇതിനാവശ്യമായ മല്ലിയില നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ ചതച്ചെടുത്തത്. ഇതിൽ ഇഞ്ചിയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കേണ്ടത്, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം വരരുത്. അപ്പോൾ ഇഞ്ചിയാണ് കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതിയാവും. അടുത്തതായി ഒരു ടീസ്പൂണ് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ആ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇനി ഇതിലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ മിക്സിങ് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുമായി ഒരു 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് മിക്സാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തെടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം അധികം ആവരുത്, അധികമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചേരുവകളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം എങ്ങാനും കൂടി പോവുകയാണെങ്കിൽ കുറച്ച് മാവ് ചേർത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് മാവ് മിക്സിങ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ടുള്ള പൊക്കവടയ്ക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് പൊക്കവടയുടെ ഷേപ്പിൽ ഇതൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചായക്കട സ്റ്റൈൽ തന്നെയാണ് പൊക്കവട തരിക. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കണം. ഇത് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പൊക്കവട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി മുഴുവനായിട്ട് നമുക്കിതുപോലെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചായക്കട സ്റ്റൈലിലുള്ള പൊക്കവട ഇവിടെ നമ്മൾ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലായിട്ട് കാണാം. See you.